വൈദ്യപഥം. ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം. വൈദ്യപഥത്തിലേക്ക് സ്വാഗതം. ദുരന്തങ്ങൾ ജീവനിൽ മാത്രമല്ല, വ്യക്തികളുടെ മാനസികാരോഗ്യത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അമിതമായ ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ദുരന്തങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന മാനസികാഘാതങ്ങളെയും അവയെ നേരിടേണ്ട വഴികളെക്കുറിച്ചും കേൾക്കാം ഇന്ന് വൈദ്യപഥത്തിൽ. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് കൽപ്പറ്റ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായി സേവനം ചെയ്യുന്ന ഡോക്ടർ സുൽഫത്ത് KP. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദുരന്താനുഭവങ്ങൾക്ക് ശേഷം ചിലരിൽ കാണപ്പെടുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD എന്ന മാനസികാവസ്ഥയെ കുറിച്ചാണ്. ഈയിടെ OP വന്ന 2 അനുഭവങ്ങൾ നോക്കാം. മുണ്ടക്കൈ ദുരന്തത്തിൽ വീടും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട 45 വയസ്സുള്ള ഒരു സ്ത്രീ 1 വർഷം കഴിഞ്ഞിട്ടും രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട്, മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയം, നെഞ്ഞിടിപ്പ്, അമിതമായ വിയർപ്പ് എന്നിവ അനുഭവപ്പെടുന്നതായി പറയുന്നു. അതുപോലെ ദുരന്തത്തിൽ കൂട്ടുകാരെയും വീടും നഷ്ടപ്പെട്ട 10ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിക്ക് അമിതമായ സങ്കടം, ഒറ്റപ്പെട്ടതായുള്ള തോന്നൽ, രാത്രിയിൽ പേടി സ്വപ്നങ്ങൾ കാണുക, വെള്ളം ഇരച്ചെത്തുന്ന ശബ്ദം കേൾക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ, പഠനത്തിൽ ശ്രദ്ധ കുറവ് എന്നിവ അനുഭവപ്പെടുന്നതായി പറയുന്നു. ഈ 2 അനുഭവങ്ങളും സാധാരണ ഭയമോ സങ്കടമോ അല്ല. ഇവ PTSD എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളാകാം. എന്താണ് PTSD, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എപ്പോൾ ചികിത്സ തേടണം എന്നിവയെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കടുത്ത മാനസികാഘാതത്തിന് ശേഷം ഉണ്ടാകുന്നതും ദീർഘകാലം തുടരുകയും വ്യക്തിയുടെ പ്രവർത്തനശേഷിയെയും ജീവിത നിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാരോഗ്യ വെല്ലുവിളിയാണ് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ട്രോമ അല്ലെങ്കിൽ മാനസികാഘാതം എന്ന് പറയുന്നത് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആകാം, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, പ്രളയം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുമാകാം. മനസ്സിനോ ശരീരത്തിനോ ഏൽക്കുന്ന അക്രമമോ അല്ലെങ്കിൽ റേപ്പ് പോലെയുള്ള ലൈംഗികാതിക്രമങ്ങളോ, അപ്രതീക്ഷിതമായ മരണങ്ങൾ, യുദ്ധാനുഭവങ്ങൾ ഇവയെല്ലാം ട്രോമയിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ട്രോമയിലുള്ള അനുഭവങ്ങളിലൂടെ പോകുന്ന ഏതൊരാൾക്കും PTSD ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ട്രോമകൾക്ക് ശേഷം അസ്വസ്ഥതയുണർത്തുന്ന ഓർമ്മകൾ, ഭയം, ഉറക്കപ്രശ്നങ്ങൾ തുടങ്ങിയവ സാധാരണയാണ്. ഇവർക്ക് സ്കൂളിൽ പോകുക, ജോലി ചെയ്യുക, സുഹൃത്തുക്കളുമായി ഇടപഴകുക തുടങ്ങിയവ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ മിക്ക ആളുകളിലും ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം ഈ ലക്ഷണങ്ങൾ ക്രമേണ കുറയുകയും അവർ മെച്ചപ്പെടുകയും ചെയ്യും. ചിലരിൽ ഈ ലക്ഷണങ്ങൾ വൈകി ആരംഭിക്കുക, എന്നാൽ ഈ പ്രയാസങ്ങൾ 1 മാസത്തിലധികം തുടരുകയാണെങ്കിൽ അതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ട്രോമയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും PTSD ഡെവലപ്പ് ചെയ്യാറില്ല. 70% ആളുകളും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാകും. അതിൽ 6 മുതൽ 8% വരെ ആളുകളിൽ PTSD ഉണ്ടായി കാണപ്പെടുന്നു. പ്രായഭേദമന്യേ കുട്ടികളിലും യുവാക്കളിലും പ്രായമായവരിലും ഒരുപോലെ PTSD അനുഭവപ്പെടാറുണ്ട്. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ PTSD കൂടുതലായി കാണപ്പെടുന്നു. ഒരൊറ്റ ട്രോമയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നിരന്തരം ഉണ്ടാകുന്ന ബാല്യകാലത്തുണ്ടാകുന്ന ലൈംഗിക പീഡനം പോലെ ദീർഘകാലമായ ആഘാതങ്ങൾക്ക് ശേഷമോ PTSD രൂപപ്പെടാം. ഈ ട്രോമ അല്ലെങ്കിൽ മാനസികാഘാതം ഒരു വ്യക്തി നേരിട്ട് അനുഭവിച്ചതാകാം, അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചതാകാം, അതായത് വിറ്റ്നസ് ആയതാകാം. അതുമല്ലെങ്കിൽ അടുത്ത ബന്ധുവിനോ സുഹൃത്തിനോ ഇത്തരം ഒരു സംഭവം ഉണ്ടായതായി അറിഞ്ഞതാകാം, അല്ലെങ്കിൽ സംഭവത്തിന്റെ വേദനാജനകമായ വിവരങ്ങൾ കേൾക്കേണ്ടി വന്ന ഫസ്റ്റ് റെസ്പോണ്ടർ, മെഡിക്കൽ ജീവനക്കാർ തുടങ്ങിയവരുമാകാം. ഇവർക്കെല്ലാം PTSDയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനമായും PTSDയുടെ ലക്ഷണങ്ങളെ 4ആയി തിരിക്കാം. ആദ്യമായി സംഭവത്തിന്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരിക, ഇൻട്രൂസീവ് തോട്ട്സ് എന്ന അനുഭവത്തിലൂടെ പോകാം. ഭയാനകമായ സ്വപ്നങ്ങൾ, അതായത് നൈറ്റ് മെയർസ്, ഫ്ലാഷ് ബാക്കുകൾ, സംഭവം വീണ്ടും വീണ്ടും നടക്കുന്ന പോലെ അനുഭവപ്പെടുക എന്നിവ അനുഭവപ്പെടാം. ഇത് വീണ്ടും വീണ്ടും
മുമ്പുണ്ടായ ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവത്തിലൂടെ പോകാൻ കാരണമാകും. ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളുമായി സമ്പർക്കം വന്നാൽ മാനസിക വിഷമം, ശാരീരികമായിട്ടുള്ള പ്രതികരണങ്ങൾ, ഹൃദയമിടിപ്പ് കൂടുക, വിയർക്കുക തുടങ്ങിയവയും ഉണ്ടാകും. രണ്ടാമതായി, ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ആളുകൾ, സാഹചര്യങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ഇവർ ശ്രമിക്കും. ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ ചിന്തിക്കാനോ പോലും ബുദ്ധിമുട്ടുണ്ടാകും. മൂന്നാമതായി, വ്യക്തിയുടെ ചിന്തകളിലും വികാരങ്ങളിലും മാറ്റങ്ങൾ കാണപ്പെടും. കോഗ്നിറ്റീവ് ആൻഡ് മൂഡ് ചേഞ്ചസ് കാണപ്പെടും. അതായത് സ്വയം തന്നെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരുമായി അകലം പാലിക്കുക, വിഷാദം, ഉത്കണ്ഠ, ജീവിതത്തിനോട് താല്പര്യം കുറയുക, നിരാശ, ഭയം, കോപം, സ്നേഹം, സന്തോഷം തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങൾ അനുഭവിക്കാൻ ബുദ്ധിമുട്ടുക, സംഭവത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഓർമ്മിക്കാൻ കഴിയാതിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകും. നാലാമതായി, അമിത ജാഗ്രത, ഹൈപ്പർ വിജിലൻസ് എന്നിവ ഉണ്ടാകും. ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടുക, ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടും. മുമ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരിൽ ഈ പ്രശ്നം കൂടുതലായി കണ്ടുവന്നതിനാൽ ഇതിനെ സോൾജിയേഴ്സ് ഹാർട്ട്, ഷെൽ ഷോക്ക് സിൻഡ്രോം തുടങ്ങിയ പേരുകൾ വിളിച്ചിരുന്നു. യുദ്ധസമയത്ത് സൈനികർ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. വെടിവെച്ച, ബോംബ് സ്ഫോടനം, ആക്രമണ സാധ്യത എന്നിവ കാരണം അവരുടെ ശരീരവും മനസ്സും എപ്പോഴും അപകടം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അത് അന്നത്തെ സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക പ്രതികരണങ്ങളാണ്. എന്നാൽ യുദ്ധം കഴിഞ്ഞ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം ചിലരിൽ ചെറിയ ശബ്ദം കേട്ടാലോ വാഹനം ഹോൺ മുഴക്കിയാലോ അപകടമുണ്ടായെന്ന പോലെ ഞെട്ടുകയും ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ഹൈപ്പർ വിജിലൻസ്. ഈ ലക്ഷണങ്ങൾ ഒരു മാസത്തിലധികം തുടരുകയും അത് അയാളുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും സാമൂഹിക ജീവിതത്തെയുമെല്ലാം ബാധിക്കുന്നതായ അത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറായി കണക്കാക്കാം. PTSD ഒരു ദൗർബല്യമല്ല, അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ചിലരെങ്കിലും അനാരോഗ്യകരമായ മാർഗങ്ങൾ തേടാറുണ്ട്. മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം, ആളുകളിൽ നിന്നും അകന്നു കഴിയുക തുടങ്ങിയ നെഗറ്റീവ് കോപ്പിംഗ് മാർഗങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കും. അതുകൊണ്ട് PTSDയുടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടത് വളരെ പ്രധാനമാണ്. സമയോചിതമായ ചികിത്സയിലൂടെ ഭൂരിഭാഗം ആളുകൾക്കും കാര്യമായ പുരോഗതി കൈവരിക്കാനാകും. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ആവശ്യമായ സാഹചര്യങ്ങൾ, മരുന്നുകൾ തുടങ്ങിയ ചികിത്സകളിലൂടെ PTSDയെ മറികടക്കാൻ സാധിക്കുന്നതാണ്. ആയുർവേദം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് സമഗ്രമായ ചികിത്സ മുമ്പോട്ട് വയ്ക്കുന്നു. ആയുർവേദ ഔഷധങ്ങൾ, സത്വാച ചികിത്സ അഥവാ ആയുർവേദ തത്വാധിഷ്ഠിത കൗൺസിലിംഗ്, യോഗ, മെഡിറ്റേഷൻ, ജീവിതശൈലി നിർദ്ദേശങ്ങൾ എന്നിവയിലൂടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും മനസ്സിന് ശാന്തതയും സമാധാനവും നൽകുവാനും സാധിക്കും. ശരിയായ ചികിത്സയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണയും ലഭിച്ചാൽ PTSDയിൽ നിന്ന് ഫലപ്രദമായി മുക്തി നേടാൻ സാധിക്കും. പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്ന മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവർ സമയോചിതമായി സഹായം തേടുക. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ മാനസിക OP പ്രവർത്തിക്കുന്നതാണ്. നന്ദി. ദുരന്തങ്ങൾ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഇന്ന് വൈദ്യപഥത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. വിവരങ്ങൾ പങ്കുവച്ചത് കൽപ്പറ്റ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിലെ നാം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുൽഫത്ത് KP. ഇതോടെ ഇന്നത്തെ വൈദ്യപഥം ഇവിടെ പൂർണ്ണമാകുന്നു. വൈദ്യപഥം, ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.